ചിലപ്പോൾ നമ്മൾ ഈ തെരുവ് പട്ടികളെ വന്ധ്യംകരണം ചെയ്യുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ മാഫിയകളായിട്ട് കുറച്ച് പേര് പ്രവർത്തിച്ച ആളുകളെ തട്ടിക്കൊണ്ടുപോയി കിഡ്നി കളക്ട് ചെയ്ത് അവരെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അവരെ കൊന്നു കളയുക. ഇതൊക്കെ നമ്മൾ പലയിടത്ത് വാർത്തകളായും കേട്ടിട്ടുണ്ട്, പല സിനിമകളിലും അത് ചിത്രീകരിച്ച് ആവിഷ്കരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതേപോലെ ഒരു മനുഷ്യനെ തട്ടിക്കൊണ്ടുപോവുക അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകില്ല, അയാളെ മയക്കി കിടത്തി അയാളെ വന്ധ്യീകരിച്ച് കളയുന്ന ഒരു കേസ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ചിലപ്പോൾ ആ വാർത്ത ശ്രദ്ധിച്ചിരുന്നു. അഹമ്മദാബാദിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. എന്തോ കുടുംബാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി 175 പേരെ വന്ധീകരിക്കണം എന്ന ഒരു മിഷന്റെ ഭാഗമായി നടന്ന ഒരു ദ്വൈതിക ക്യാമ്പിലാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഈ ക്യാമ്പിൽ 175 പേരുടെ സർജറികൾ നടത്തണമെന്നാണ് തീരുമാനിച്ചിരുന്നത്, അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ആയിട്ട് വെച്ചിരുന്നത്. പക്ഷെ അറൗണ്ട് ഒരു 25ഓളം ആളുകൾ മാത്രമാണ് ആ ക്യാമ്പിലേക്ക് എത്തിയത്. അപ്പൊ തീർച്ചയായും ആരോഗ്യ പ്രവർത്തകരുടെ മേൽ സമ്മർദ്ദം ഉണ്ടായിരിക്കും, ഇതിൽ കൂടുതൽ ആളുകളെ ക്യാൻവാസ് ചെയ്യാനും അല്ലെങ്കിൽ ജനസംഖ്യാ നിരക്ക് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ആയിരിക്കാം കുടുംബാസൂത്രണത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടി എന്നാണ് നമുക്ക് വായിക്കാൻ കഴിയുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. വ്യക്തമായ രീതികൾ നമുക്ക് ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അതെ, അപ്പോ ഇനിയിപ്പോ എന്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഒരാളുടെ സമ്മതമില്ലാതെ അയാളെ ബന്ധീകരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. ഇപ്പോ അനുഭവം പറഞ്ഞ ഈ ഒരു ആള് ഒരു 30 വയസ്സുകാരനായ ദദാനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അടുത്ത മാസം കല്യാണം കഴിക്കാനിരിക്കുകയാണ്. ആ കല്യാണം കഴിക്കാനിരിക്കുന്ന ഇടയ്ക്കാണ് ഇദ്ദേഹത്തെ വന്ധീകരിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അദ്ദേഹം ഒരു കർഷകനാണ്. കർഷകനായ അദ്ദേഹത്തോട് ഒരു ഫാമിൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞ ഒരു ആരോഗ്യ പ്രവർത്തകൻ വിളിച്ചുകൊണ്ട് പോവുകയാണ്. തീർച്ചയായിട്ടും മാത്രം വലിയ വഞ്ചനയാണ്. തീർച്ചയായിട്ടും ഒരു ജോലി എന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം പോകുന്നത്. പോകുന്ന വഴിക്ക് മദ്യം നൽകുക, ആ ബോധാവസ്ഥയിൽ അദ്ദേഹത്തെ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി വന്ധീകരിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ ഇല്ലാതാകുന്ന ഒരു മൊമെന്റ് ആണ്. അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ദുരവസ്ഥയുള്ളത് അടുത്ത മാസം അയാളുടെ കല്യാണമാണ്. അയാൾ എന്തുമാത്രം സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്വപ്നങ്ങൾ എന്നുള്ളതിലുപരി ഒരു മനുഷ്യന്റെ ഹ്യൂമൻ നീഡാണത്. അതെ, അതാണ് അവർ ഇല്ലാതെയാക്കുക. ഒരു കുടുംബം ആരംഭിക്കുക അല്ലെങ്കിൽ ഒരു കുടുംബം തുടങ്ങി വെക്കുക എന്ന് പറയുന്നത് പലരും സ്വപ്നം കാണുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ കല്യാണം അടുത്ത മാസം ഇല്ലെങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അയാളുടെ സമ്മതം കൂടാതെ അത് ചെയ്തു എന്നതാണ് ഇവിടെ തെറ്റ്. ഇവിടെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. അതെങ്ങനെയാണ്? അദ്ദേഹത്തെ ബോധം കെടുത്തി കടത്തിയിട്ട് അദ്ദേഹത്തിന്റെ ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് തനിക്ക് ഭാര്യ ഉണ്ടെന്നും 3 മക്കളുണ്ടെന്നും എഴുതിയ ഒരു പേപ്പറിൽ ഇദ്ദേഹം ഒരു ഒപ്പ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ ആലോചിക്കുന്നത് ഈ വന്ധീകരിച്ചതിന്റെ ഫേക്ക് റിപ്പോർട്ടുകൾ ഉണ്ടാക്കുകയായിരുന്നു അവർക്ക് ഇതിലും ഭേദം. മനുഷ്യരുടെ ജീവിതം എന്തിനാണ് തകർക്കാൻ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇതേ സമാന സംഭവം വേറെ ഗുജറാത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു താക്കൂർ, ഒരു സർപ്പഞ്ച് ആയിരുന്ന ഒരു താക്കൂർ ഇതുപോലെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഇത്തരത്തിൽ എന്തോ ഒരു കൃഷിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ഡീല് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയി പോകുന്ന വഴിക്ക് കാറിൽ വെച്ചിട്ട് മദ്യം കൊടുത്തു, അബോധാവസ്ഥയിലാക്കി. ഇതുപോലെ തന്നെ അതേ ആശുപത്രിയിൽ കൊണ്ടുപോയി വന്ധീകരിച്ചു. ഞാൻ പറയട്ടെ, ഇതുപോലത്തെ ആളുകളെ അവർ ലക്ഷ്യം വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും അറിയില്ല, അവർ നിഷ്കളങ്കരാണ്. അവർക്ക് ലോകവിവരം വളരെ കുറവാണ്. ആളുകളെ അവർ പെട്ടെന്ന് വിശ്വസിക്കും. വളരെ നിഷ്കളങ്കരാണ് ജീവിതത്തിൽ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിച്ച് അവരുടെ കൂടെ അവരെ വിശ്വസിച്ച് കൂടെ പോകുന്നത് എന്ത് പറയുമ്പോഴാണ്? ജോലിയുണ്ട് എന്ന് പറയുമ്പോഴാണ്. അവരവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാനും കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാർഗം, ഭയങ്കര എന്താ പറയാ, നോർമൽ ലൈഫ് ജീവിക്കുന്ന അൾട്രാ സാധാരണക്കാരായ ആളുകൾക്ക് എങ്ങനെയെങ്കിലും ദിവസവും എന്തെങ്കിലും ഒരു വരുമാനം കിട്ടി ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ എന്താണ് വഴി എന്ന് ആലോചിച്ച് ഗതികെട്ട് ഓടുന്ന ആളുകളാണ്. അപ്പം അവർക്ക് എന്താ പറയാ, ജോലി വാഗ്ദാനം ചെയ്ത് അവരെ കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ തീർച്ചയായും അവർ കൂടെ പോകും. കാരണം അവർക്ക് അതേയുള്ള അവരുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം. അല്ലാതെ അവർക്ക് എന്താ പറയാ, മതിയായ വിദ്യാഭ്യാസം ഉണ്ടാവില്ല അവരുടെ പക്കൽ. അതല്ലെങ്കിൽ അവർക്കൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ ക്യാപിറ്റൽ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് അവരുടെ ശരീരവും അല്ലെങ്കിൽ കായികമായി അധ്വാനിക്കാൻ കഴിയുന്ന ഒരു ശരീരം മാത്രമാണ് അവരുടെ ഏക സമ്പാദ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിനെയാണ് ഇവരെ ചൂഷണം ചെയ്യുന്നത്. അവര് അത് മോഹന വാഗ്ദാനം നൽകി ഇവരെ കൂട്ടിക്കൊണ്ടുപോവുകയും ഇവരുടെ സമ്മതം കൂടാതെ, ഇനിയിപ്പോ ഈ ആള് കല്യാണം കഴിച്ച് കുട്ടികളുള്ള ആളും ആരും ആയിക്കോട്ടെ, പക്ഷെ ഇയാളുടെ സമ്മതം കൂടാതെ ഒരു മനുഷ്യന്റെ എന്താ പറയാ, അയാളുടെ ജീവിതത്തിൽ ഏറ്റവും നീഡാണ്, അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഒരാൾക്കും കൈ കടത്താൻ പാടില്ലാത്തതും പറ്റാത്തതുമായ ഒരു കാര്യമാണ് അയാളെ വന്ധ്യംകരിച്ച് കളയുക എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരാൾക്ക് അതില് എങ്ങനെ കൈ കടത്താനോ അല്ലെങ്കിൽ എന്താ പറയാ അയാളുടെ സമ്മതം കൂടാതെ ചെയ്യാൻ എങ്ങനെയാണ് ധൈര്യപ്പെടുക എന്നുള്ളത്? നമ്മുടെ നാട്ടിലൊക്കെ നമ്മള് ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഈ തെരുവ് പട്ടികളെ, കുട്ടികൾ കൂടുന്ന സമയങ്ങളിൽ, ഈ നാട്ടിൽ പട്ടികളെ ശല്യം കൂടുന്ന സമയത്ത് പിടിച്ചുകൊണ്ട് പോയി വന്ധീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം, ഈ തെരുവ് പട്ടികളുടെ ശല്യം കൂടുന്നത് കൊണ്ടായിരിക്കാം. പിന്നെ അവരെ കൊന്നു കളയുന്നില്ല. പണ്ട് കാലത്ത് തെരുവ് പട്ടികളെ പിടിച്ച് കൊന്നു കളയുകയായിരുന്നു. ഇപ്പൊ അതിനൊരു അർത്ഥം വരുത്തിയിട്ടാണ് വന്ധീകരിക്കാൻ തുടങ്ങിയത്. അതിനേക്കാൾ ഭേദമാണ് അത് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, അതിനേക്കാൾ ഭേദമാണ്. അല്ല, തെരുവ് പട്ടികളെ വന്ധീകരിക്കുന്നത് നല്ലതാണ് എന്ന് എനിക്കൊരു പോയിന്റിൽ തോന്നിയിട്ടുണ്ട്. കാരണം ആളുകളെ
അവര് വേണം എന്ന് കരുതി ആളുകളെ ഉപദ്രവിക്കുന്നതല്ല. അവർക്ക് എന്താ പറയാ, രോഗങ്ങൾ വരുന്നതും പേ ഇളകുന്നതും ഒക്കെ കാരണമാണ് തെരുവ് പട്ടികൾ സ്വാഭാവികമായും മനുഷ്യരെ കടിക്കുന്നതും പിന്നെ അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി ഈ ഹോട്ടലുകളുടെ പുറകിൽ കറങ്ങി തിരിഞ്ഞ് നടക്കുക. അപ്പൊ അവർക്ക് എന്താ പറയാ, അതിനെ ആ വശത്തൂടെ പോകുന്ന ആളുകൾ അതിനെ അങ്ങോട്ട് പ്രകോപിപ്പിക്കുന്നവരുണ്ട്. അല്ലാതെ തന്നെ ഈ അസുഖങ്ങൾ മൂലം സ്വയം പ്രകോപിതരായ ആളുകൾ ഉപദ്രവിക്കുന്ന നായകളുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു അറുതി വരുത്തുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. കാരണം നമ്മൾ എത്ര വാർത്തകൾ കണ്ടിട്ടുണ്ട്, പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ തെരുവ് പട്ടി കടിച്ചു കൊന്നതും ഒക്കെ ആയിട്ട് ഭയങ്കര, അല്ലെങ്കിൽ മുതിർന്ന ആളുകളെ തന്നെ പുറകെ തെരുവ് പട്ടി ഓടിച്ച് കടിച്ചതും ആളുകൾക്ക് പേ ഇളകിയതും ഒക്കെ ആയിട്ട് ഒരുപാട് വാർത്തകൾ. അതൊരു നെസസിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് തെരുവ് പട്ടികളെ വന്നിരിക്കുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് നോക്കും. ഒരു ക്രൂരതയല്ല അവരോട് അത് ചെയ്യുന്നത്. അവരെ ടേക്ക് കെയർ ചെയ്യാൻ ആളുകളില്ല, മനസ്സിലായില്ല. അവരെ ടേക്ക് കെയർ ചെയ്യാൻ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വന്ധീകരിക്കുന്നതിന്റെ ഓപ്ഷൻ വേണ്ട എന്ന് തീർത്തും വെക്കാം. ഒരുപാട് പേര് പട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. എന്നിരുന്നാലും തെരുവ് പട്ടികൾ സ്റ്റിൽ അവിടെ ബാക്കി വരുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. തെരുവ് പട്ടികൾ ആയിക്കൊണ്ട് തന്നെ അവരവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ബാക്കിയാവുന്നുണ്ട്. അപ്പം അവര് എന്ത് തന്നെയാലും ജനതയ്ക്ക് ഭീഷണിയാണ്. അതെ, പക്ഷെ ഇവിടെ ഈ മനുഷ്യൻ ജനതയ്ക്ക് ഒരു തരത്തിലുള്ള ഭീഷണി ഉണ്ടാക്കാത്ത ഒരു മനുഷ്യൻ. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് ഇങ്ങനെ ഇനിയിപ്പോ കൃത്യമായി 175 സർജറികൾ ചെയ്യണം, അല്ലെങ്കിൽ 175 അങ്ങനെ ഒരു നിയമമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓർഡർ അവരുടെ മേലുണ്ടെങ്കിൽ അവർക്ക് ഈ കല്യാണം കഴിഞ്ഞ് കുട്ടികളുള്ള എത്ര മനുഷ്യന്മാരുണ്ടാവും? പക്ഷെ ആളുകളുമായിട്ട് ഇവരൊരു ബോധവൽക്കരണ ക്ലാസ് പോലെയൊക്കെ സംസാരിച്ചിരുന്നെങ്കിൽ അങ്ങോട്ട് തയ്യാറായി വന്നു എന്ന് പറയുന്നു. ഇതുപോലെ കുറച്ചും കൂടി ടൈം എടുത്തു കഴിഞ്ഞാൽ മേ ബി ആൾക്കാരെ കിട്ടുമായിരിക്കും. ഇത് എന്തിനാണ് ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയി ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം ഒരാളെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു കുടുംബം എന്നുള്ള സ്വപ്നം എങ്ങനെയാണ് യാഥാർത്ഥ്യമാകുന്നത്? ഇനി തിരിച്ചു ഇവർക്ക് ഈ ശേഷി തിരിച്ചു കൊടുക്കാൻ സാധിക്കും? ഇല്ല. അദ്ദേഹത്തിന്, അതാണ് ഞാൻ നേരത്തെ പറയാൻ വന്നൊരു പോയിന്റ്. കാര്യം ഇവര് ഇയാളുടെ അനുവാദം കൂടാതെ ഇയാളെ വന്ധീകരിച്ച് കളഞ്ഞു. ഇയാളുടെ അനുവാദമോ ഇയാളുടെ സ്വബോധമോ ഇല്ലാത്തൊരു സമയത്ത് അയാളോട് ആ ഒരു പാതകം ഇവര് ചെയ്തു. ഇനി എങ്ങനെയാലും ഇയാൾക്ക് എന്താ പറയാ, അത് ഇയാളൊരു എന്താ പറയാ പാവപ്പെട്ടവരും കൂടി ആയതുകൊണ്ട് അതിനെ ചൂഷണം ചെയ്തതാണ്. അതുകൊണ്ടുകൂടിയാണ് ഇവരിത് ചെയ്തത്. അപ്പം നേരെ മറിച്ച് ഇത് ഇയാളൊരു പണക്കാരനായിരുന്നു എന്നിരിക്കട്ടെ, ഇയാളോട് ഇയാളുടെ സമ്മതവും അറിവും കൂടാതെ ഇവരിങ്ങനെ ചെയ്തു. അയാൾക്ക് സ്വഭാവം വന്നപ്പോഴാണ് അയാൾ അറിയുന്നത് ഞാൻ വന്ധീകരിക്കപ്പെട്ടു. അയാൾക്ക് വീണ്ടും അയാളുടെ പൂർവ്വ സ്റ്റേജിലേക്ക് പോകാനുള്ള മാർഗം ഉണ്ടെങ്കിലും പോകാൻ അയാളുടെ കയ്യിൽ ക്യാഷ് ഇല്ല, പണമില്ല അയാൾക്ക് തിരിച്ചു പോകാൻ. ഇതെല്ലാം കൊണ്ടും അയാൾ ട്രാപ്ഡാണ്. അയാളുടെ ലൈഫ് ഒരു ജീവിതം നശിപ്പിക്കുകയാണ്. നമ്മളൊക്കെ ആരോഗ്യ പ്രവർത്തകരെ വളരെ ബഹുമാനത്തോടെ കാണുന്ന ഒരു സമൂഹമാണ്. കാരണം നമുക്കറിയാം, നമ്മൾ മാലാഖമാരെന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ദൈവതുല്യരായി കാണുന്നവരാണ് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകർ. കാരണം നമ്മുടെ ജീവിതമാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവനാണ് നമ്മൾ അവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. നമുക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ആശുപത്രിയിൽ ദൈവത്തിന്റെ പ്രതിരൂപമായ നമ്മുടെ ജീവൻ ഇരിക്കുന്നത് അവരുടെ കയ്യിലാണ്. അവര് നമ്മളിൽ ചെയ്യുന്ന അവർ ചെയ്യുന്ന ഒരു മെഡിസിൻ ആവട്ടെ, അതൊക്കെ നമ്മുടെ ജീവൻ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ള നമ്മുടെ അൾട്ടിമേറ്റ് വിശ്വാസമാണ്. അവരിൽ വിശ്വാസം അർപ്പിച്ചിട്ടാണല്ലോ നമ്മൾ എന്താ പറയാ പല ശസ്ത്രക്രിയകൾക്കും കിടന്നു കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചു ബോധം വരുമ്പോഴല്ലേ നമ്മൾ അറിയുന്നത് നമ്മളെ ജീവനോടെ ബാക്കി വന്ന്. അതെ, അപ്പൊ അത്രത്തോളം നമ്മൾ കടപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഈ ആരോഗ്യ പ്രവർത്തകർ. പക്ഷെ അവരിൽ ചില ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് ആ ഒരു സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്. നമുക്കറിയാം, സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ ആരോഗ്യ പ്രവർത്തകരുള്ള നാടാണ് നമ്മുടെ സിസ്റ്റർ ലിനിയെ പോലെയുള്ളവർ. അപ്പോ അതേ ഇന്ത്യയിലാണ് എന്താണ് ഇത്തരത്തിലൊരു പ്രശ്നം നടക്കുന്നത്. ഇനിയിപ്പോ കുടുംബാസൂത്രണമോ എന്തോ ആവട്ടെ, അതിന്റേതായ മറുകളെ ആൾക്കാരെ അതൊരു ഈസി ടാസ്ക് അല്ല. ഈ കുടുംബാസൂത്രണം എന്നൊന്നും പറയുന്നത് ആരെ സംബന്ധിച്ചും ഈസി ആയ ടാസ്ക് അല്ല. അതിന് കൃത്യമായ ബോധവൽക്കരണം നൽകണം ജനങ്ങൾക്ക്. അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞ് ആരും വന്നില്ലായിരുന്നുവെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു സാധ്യത തുറന്നു വെക്കാമായിരുന്നു. അതായത് ഇവര് ഈ ഒരു കുടുംബാസൂത്രണം അല്ലെങ്കിൽ ഈ ഒരു വന്ധീകരിക്കുന്ന ഈ ഒരു പ്ലാൻ ആളുകളുമായി ചർച്ച ചെയ്തപ്പോൾ ഒരൊറ്റ മനുഷ്യൻ പോലും വന്നില്ലായിരുന്നെങ്കിൽ ഇവര് പോയി തട്ടിക്കൊണ്ടുപോയി ചെയ്തതിന് പിന്നെ എന്തെങ്കിലും ഒരു ന്യായീകരിക്കുന്ന എന്തെങ്കിലും ഒരു ചാൻസ് ആയിട്ട് നമുക്ക് അവിടെ ചിന്തിക്കുകയായിരുന്നു. പക്ഷെ 25ഓളം ആളുകൾ അവിടെ ചെന്നു, അവരങ്ങോട്ട് വില്ലിംഗ് ആയിട്ട് ചെന്നതാണ്. അപ്പൊ പിന്നെ അതിനുള്ള സാധ്യത അവിടെ ഉണ്ട്. 2 ദിവസത്തെ ഒരു ദ്വൈദിന ക്യാമ്പ് ആണെന്നാണ് ഞാൻ അതിന്റെ റിപ്പോർട്ടിൽ വായിച്ചത്. ദ്വൈദിന ക്യാമ്പ് കൊണ്ടൊന്നും ഇതൊന്നും പോസിബിൾ അല്ല. ക്യാൻസർ ഡിറ്റൻഷൻ ഒന്നും അല്ലല്ലോ. ഇപ്പൊ നേത്രദാനമാണെങ്കിലും അല്ലെങ്കിൽ മറ്റേ ഓർഗൻ ഡൊണേഷൻ ക്യാമ്പുകളൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവും. അതും എത്ര കാലം കഴിഞ്ഞിട്ടാണ് ആൾക്കാർ അത് മനസ്സിലാക്കിയത്? എത്ര കാലങ്ങളായിട്ട് ഈ ക്യാമ്പുകൾ നടക്കും. ഇന്നാണ് ഇത് ഇത്രയോളം സ്വീകാര്യത കിട്ടിയത്. അവിടെയാണ് പോയി, അത് നമ്മുടെ നാട്ടിലൊക്കെ കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരുടെ സ്ഥലത്താണ്. ഈ ഗുജറാത്തിന്റെ ഉൾഗ്രാമങ്ങൾ എന്നൊക്കെ പറയുന്നത് തീർത്തും ഗ്രാമപ്രദേശങ്ങളാണ്.
അല്ലെങ്കിൽ കർഷകരായ മനുഷ്യരാണ് അവിടെ കൂടുതലുള്ളത്. അവർക്കിടയിലേക്കാണ് ഇവർ ഈ കുടുംബാസൂത്രണം എന്നും വൈദികരണം എന്നും ഒക്കെ പറഞ്ഞു പോകുന്നത്. അതിലേക്ക് എത്രത്തോളമാണ് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ എത്രത്തോളമാണ് അതിനെ മനസ്സിലാക്കുക എന്നൊരു വലിയ ചോദ്യമുണ്ട്. എന്തായാലും ഈ ചെയ്തതിനെ ഒരു രീതിയിൽ നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കില്ല. അത് നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് തിരിച്ചു കൊടുക്കാനും സാധിക്കില്ല. ഒരാളുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടത്, ഒരാളുടെ ജീവിതം നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കും. ഇത് ഈ പറഞ്ഞ കേസിൽ നമുക്ക് ഒരു തരത്തിലും ഒന്നും ചെയ്യില്ല. എന്തായാലും ഇത് ഇവിടെ അവസാനിക്കട്ടെ എന്ന് പ്രത്യാശിക്കാമെന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഗുജറാത്തിലെ സർക്കാരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. യെസ്.